ഗുഡ് മോർണിംഗ്. ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് 2 സിലബസിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് അനാറ്റമി ഓഫ് ഹ്യൂമൻ ലങ്സ്. സോ അനാറ്റമി ഓഫ് ഹ്യൂമൻ ലങ്സ് ആണ് ഇത് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ഫസ്റ്റ്ലി ഇവിടെയുള്ളത് സ്ട്രക്ചർ ഓഫ് ദ റെസ്പിറേറ്ററി സിസ്റ്റമാണ്. നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റം എന്താണെന്നും റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നും മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ലങ്സിനെ പറ്റിയും ലങ്സിൻ്റെ അനാറ്റമിയെ പറ്റിയും പഠിക്കാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ്ലി നമ്മൾ സ്ട്രക്ചർ ഓഫ് ദ റെസ്പിറേറ്ററി സിസ്റ്റമാണ് നോക്കാൻ പോകുന്നത്. The respiratory system is also known as a ventilatory system. Is a complex network of organs and tissues that work together to bring oxygen into the body and remove carbon dioxide. Respiratory system എന്ന് പറയുന്നത് ventilatory system എന്നും കൂടി നമ്മൾ പറയുന്നുണ്ട്. ആൻഡ് ഇവയെന്ന് പറയുന്നത് ഒരു ടിഷ്യൂസിൻ്റെയും ഓർഗൻസിൻ്റെയും ഒരു നെറ്റ്വർക്കാണ്. ഈ നെറ്റ്വർക്ക് എന്ത് ചെയ്യുന്നു? നമ്മുടെ ബോഡിയിലേക്ക് ഓക്സിജൻ കൊണ്ടുവരികയും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യുകയാണ് റെസ്പിറേറ്ററി സിസ്റ്റം ചെയ്യുന്നത്. The main components of the respiratory system include nose and mouth. അപ്പം നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ കോമ്പോണൻസ് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ്ലി ഉള്ളത് നോസ് ആൻഡ് മൗത്ത്. നോസും മൗത്തും എന്തിനാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്? അവ എന്ന് പറയുന്നത് നമ്മുടെ എയർ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻട്രി പോയിൻറ്റ്സ് ആണ്. റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ എയർ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻട്രി പോയിൻറ്റ്സിനെയാണ് നമ്മൾ നോസും മൗത്തും എന്ന് പറയുന്നത്. സോ നോസ് ആൻഡ് മൗത്ത്. ദ നോസ് ആൻഡ് മൗത്ത് ആർ ദ എൻട്രി പോയിൻറ്റ്സ് ഫോർ എയർ ഇൻ ടു ദ റെസ്പിറേറ്ററി സിസ്റ്റം. എയർ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള entry. Next, pharynx is also known as throat എന്നും പറയാറുണ്ട്. The pharynx is a muscular tube that connects the nose and mouth to the larynx. നോസിനെയും മൗത്തിനെയും ലാരിങ്സിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ട്യൂബാണ് pharynx. Then third one, larynx. Larynx is also known as voice box. The larynx is a cartilaginous structure that contains the vocal cords. vocal cords ഉള്ള ഒരു cartilaginous സ്ട്രക്ചറാണ് നമ്മൾ ലാരിങ്സ് എന്ന് പറയുന്നത്. ഫോർത്ത്, ട്രക്കിയെ. ട്രക്കിയ ഈസ് ഓൾസോ നോൺ ആസ് ദ വിൻഡ് പൈപ്പ് എന്നും കൂടി പറയുന്നുണ്ട്. ദ ട്രക്കിയ ഈസ് എ ട്യൂബ് ദറ്റ് കണക്ട്സ് ദ ലാരിങ്സ് ടു ബ്രോങ്കി. ഇപ്പം ട്രക്കിയ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ഓൾസോ എ ട്യൂബ് വിച്ച് കണക്ട്സ് ലാരിങ്സിനെ ബ്രോങ്കിയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ട്യൂബാണ് ട്രക്കിയ എന്ന് പറയുന്നത്. ഫിഫ്ത്ത് വൺ, ബ്രോങ്കി. ദ ബ്രോങ്കി ആർ ടു പ്രൈമറി ട്യൂബ്സ് ദറ്റ് ബ്രാഞ്ച് ഓഫ് ഫ്രം ട്രക്കിയെ, വൺ ഫോർ ഈച്ച് ലങ്. അപ്പം ബ്രോങ്കി എന്ന് പറയുന്നതാണ് രണ്ട് പ്രൈമറി ട്യൂബ്സ് ആണ്. അപ്പം നമുക്കറിയാം രണ്ട് ലങ്സ് ഉണ്ട്, റൈറ്റും ഉണ്ട് ലെഫ്റ്റും ഉണ്ട്. അപ്പം രണ്ട് ലങ്സിലേക്കും ഓരോന്നും വിധമാണ് ഈ ബ്രോങ്കി ഡിവൈഡ് ചെയ്ത് പോകുന്നത്. ഓക്കെ. സിക്സ്ത് വൺ, ബ്രോങ്കിയോൾസ്. ദ ബ്രോങ്കിയോൾസ് ആർ സ്മോളർ ട്യൂബ്സ് ദാറ്റ് ബ്രാഞ്ച് ഓഫ് ഫ്രം ദ ബ്രോങ്കി. ബ്രോങ്കിയിൽ നിന്ന് ബ്രാഞ്ച് ഔട്ട് ചെയ്യുന്ന സ്മോൾ ട്യൂബ്സിനെയാണ് നമ്മൾ ബ്രോങ്കിയോൾസ് എന്ന് പറയുന്നത്. സെവൻത്ത്, ആൽവിയോളി. ദ ആൽവിയോളി ആർ ടൈനി എയർ സാക്സ് വെയർ ഗ്യാസ് എക്സ്ചേഞ്ച് ഒക്കേഴ്സ്. ഗ്യാസ് എക്സ്ചേഞ്ച് ഒക്കർ ചെയ്യുന്ന ടൈനി എയർ സാക്സിനെ പറയുന്ന പേരാണ് ആൽവിയോളി. 8, lungs. The lungs are two cone-shaped organs located in the thoracic cavity. Thoracic cavityയിലുള്ള cone-shaped organs ആണ് lungs. 9, diaphragm. The diaphragm is a dome-shaped muscle that separates the chest cavity from the abdominal cavity. Dome-shaped muscle ആണ്. അതെന്ത് ചെയ്യുന്നു? നമ്മുടെ abdominal cavityനെ chest cavityയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാണ് diaphragm ചെയ്യുന്നത്. 10, pleura. The pleura is a thin membrane surrounding each lung. രണ്ട് ലങ്സിനെയും കവർ ചെയ്തുകൊണ്ട് ഉള്ള കാണുന്ന ഒരു മെംബ്രെയിനെ പറയുന്ന പേരാണ് pleura. ഞാൻ താഴെ ഒരു റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ പാർട്സൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് നോക്കുക. ഓക്കെ. സോ ഇപ്പോൾ നമ്മൾ പഠിച്ച ഇത്രയും പാർട്സിൻ്റെ ഒരു ചെറിയൊരു ഡീറ്റെയിൽഡ് നോട്ട്സാണ് കൊടുത്തിട്ടുള്ളത്. സോ ഫസ്റ്റ്ലി നോസ്. ദ നോസ് ഈസ് എ എക്സ്റ്റേണൽ ഓപ്പണിംഗ് ഓഫ് ദ റെസ്പിറേറ്ററി സിസ്റ്റം. എക്സ്റ്റേണൽ ഓപ്പണിംഗ് ആണ്. ഇറ്റ് കണ്ടെയ്ൻസ് 2 നോസ്ട്രിൽസ് വിച്ച് ലീഡ് ടു ദ nasal cavity. The nasal cavity is lined with a mucous membrane and contains tiny hair-like structures called cilia. The nose filters, warms and humidifies the air we breathe. നോസ് എന്ന് പറയുന്നത് റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഓപ്പണിംഗ് ആണ് നോസ്. ആൻഡ് അവിടെ നോസ്ട്രിൽസ് ഉണ്ട്. ആ നോസ്ട്രിൽസ് നേസൽ ക്യാവിറ്റിനെ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നേസൽ ക്യാവിറ്റിയിലേക്ക് നയിക്കുന്നതാണ് ഈ രണ്ട് നോസ്ട്രിൽസും. ദെൻ ദ നേസൽ ക്യാവിറ്റി ലൈൻഡ് ബൈ ദ മ്യൂക്കസ് മെമ്പറേൻ. അതുപോലെ തന്നെ അവിടെ എന്തുണ്ട്? സീലിയയും കൂടിയുണ്ട്. സീലിയ എന്ന് വെച്ചാൽ ടൈനി ഹെയർ ഫോളിക്കിൾസ് ആണ് ഈ സീലിയ. ഇവ എന്ത് ചെയ്യുന്നു? നമ്മുടെ നോസിലേക്ക് എൻ്റർ ചെയ്യുന്ന എന്തെങ്കിലും ഡസ്റ്റിനെയൊക്കെ ഫിൽട്ടർ ചെയ്യും, വാം ചെയ്ത് ഒക്കെ നോക്കുന്നതാണ് നോസിൻ്റെ സീലിയയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മൗത്ത്. Mouth is a secondary opening of the respiratory system. Secondary opening ആണ്. It connects to the pharynx. pharynx എന്ന് വെച്ചാൽ ത്രോട്ട്, നമ്മൾ മുൻപേ പറഞ്ഞിരുന്നു അല്ലേ. It connects the pharynx and serves as an alternative pathway for air. അപ്പോൾ അതെന്താണ്? നമ്മുടെ
എയർ പോകാൻ വേണ്ടിയിട്ടുള്ളൊരു പാത്വേ തന്നെയാണ് മൗത്ത് എന്ന് പറയുന്നത്. ദ മൗത്ത് കണ്ടെയ്ൻസ് ദ ടങ്, ടീത്ത്, ലിപ്സ് വിച്ച് എയ്ഡ് ഇൻ ഫുഡ് ഇൻജഷൻ ആൻഡ് സ്പീച്ച്. അപ്പം ഫുഡ് ചവച്ച് അരയ്ക്കാനും അതുപോലെ തന്നെ ഡൈജഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്താ സംസാരം സ്പീച്ചിന് വേണ്ടിയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, മൗത്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഫാരിങ്സ്. The pharynx is a muscular tube that connects the nose and mouth to the larynx. അപ്പം നോസിനെയും മൗത്തിനെയും ലാറിങ്സിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് എന്ത്, ഫാരിങ്സ് എന്ന് പറയുന്നത്. ഇറ്റ് സെർവ് ആസ് എ കോമൺ പാത്വേ ഫോർ ബോത്ത് ഫുഡ് ആൻഡ് എയർ. അപ്പം കോമൺ പാത്വേ ഫോർ ബോത്ത് ഫുഡ് ആൻഡ് എയർ, ഫുഡിനും എയറിനുമുള്ള ബോത്ത് കോമൺ പാത്വേ ആണ് എന്ത്, ഫാരിങ്സ് എന്ന് പറയുന്നത്. ദ ഫാരിങ്സ് ഇസ് ഡിവൈഡ് ഇൻ ടു 3 പാർട്സ്: നാസോഫാരിങ്സ്, ഓറോഫാരിങ്സ് ആൻഡ് ലാരിംഗോഫാരിങ്സ്. അതിൻ്റെ ഓർഡർ ഒന്ന് ഓർത്ത് വെക്കുക. ഫസ്റ്റ് വരുന്ന നാസോഫാരിങ്സ്, ഓറോഫാരിങ്സ്, ലാരിംഗോ. Next, larynx. The larynx is a cartilaginous structure located at the top of the trachea. ട്രക്കിയയുടെ മേൽ കാണുന്ന ഒരു cartilaginous സ്ട്രക്ചറാണ് ലാറിങ്സ് എന്ന് പറയുന്നത്. ലാറിങ്സിൽ വോക്കൽ കോഡ്സ് ഉണ്ട്. ഈ വോക്കൽ കോഡ്സ് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് വോക്കൽ കോഡ്സ് വിച്ച് വൈബ്രേറ്റ് ടു പ്രൊഡ്യൂസ് സൗണ്ട്. ദ ലാറിങ്സ് ഓൾസോ സെർവ് ആസ് എ വാൾവ്. എന്തായിട്ടും കൂടി സെർവ് ചെയ്യുന്നുണ്ട്, ഒരു വാൾവായിട്ട് സെർവ് ചെയ്യുന്നുണ്ട്. വിച്ച് സെപ്പറേറ്റ് ട്രക്കിയെ ഫ്രം ഈസോഫാഗസ്. ട്രക്കിയനെ ഈസോഫാഗസിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു വാൾവ്. Trachea. The trachea is a tube that connects the larynx to bronchi. It is lined with a ciliated mucous membrane and contains cartilaginous rings. ട്രക്കിയെ മ്യൂക്കസ് മെംബ്രെയിനുമായിട്ട്, സീലിയേറ്റഡ് മ്യൂക്കസ് മെംബ്രെയിൻസുമായിട്ടാണ് ലൈൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് അവിടെ എന്തും കൂടി കാണപ്പെടുന്നുണ്ട്, കാർട്ടിലേജിയസ് സ്ട്രക്ചറും കൂടിയുണ്ട്. ദ ട്രക്കിയ സെർവ്സ് ആസ് എ കണ്ടക്ട് ഫോർ എയർ ടു എൻറ്റർ ആൻഡ് ലീവ് ദ ലങ്സ്. ലങ്സിലേക്ക് എൻ്റർ ചെയ്യാനും അതുപോലെ തിരിച്ച് പോകാനും വേണ്ടിയിട്ടുള്ള ഒരു ട്യൂബ് ആയിട്ട് ഈ ട്രക്കിയം ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ബ്രോങ്കി. ദ ബ്രോങ്കി ആർ 2 പ്രൈമറി ട്യൂബ്സ് ദാറ്റ് ബ്രാഞ്ച് ഓഫ് ഫ്രം ദ ട്രക്കിയെ. ബ്രോങ്കി എന്ന് പറയുന്നത് എന്താ, 2 പ്രൈമറി ട്യൂബ്സ് ആണ് നമ്മുടെ ട്രക്കിയയിൽ നിന്ന് ബ്രാഞ്ച് ഔട്ട് ചെയ്യുന്ന 2 പ്രൈമറി ട്യൂബ്സ്. ഈച്ച് ബ്രോങ്കസ് ലീഡ്സ് ടു എ ലങ് ആൻഡ് ഡിവൈഡ്സ് ഇൻ ടു സ്മോളർ ബ്രോങ്ക്യൂൾസ്. അപ്പം ബ്രോങ്കി എന്ത് ചെയ്യുന്നുണ്ട്, 2 ലങ്സിലേക്കും ഡിവൈഡ് ചെയ്തിട്ട് അവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ബ്രോങ്ക്യൂൾസ് ആയിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. ഈച്ച് ബ്രോങ്കി ആർ ലൈൻഡ് വിത്ത് സീലിയേറ്റഡ് മ്യൂക്കസ് മെംബ്രെയിൻ ആൻഡ് കണ്ടെയ്ൻ കാർട്ടിലേജിയസ് റിങ്സ്. ബ്രോങ്കി ലൈൻ ചെയ്തിരിക്കുന്ന സീലിയേറ്റഡ് മ്യൂക്കസ് മെംബ്രെയിൻസും കൊണ്ടാണ്. അതുപോലെ അവിടെ എന്തുണ്ട്, കാർട്ടിലേജിയസ് റിങ്സും കാണപ്പെടുന്നുണ്ട്. Bronchioles. The bronchioles are smaller tubes that branch off from the bronchi. ബ്രോങ്കിയിൽ നിന്ന് ബ്രാഞ്ച് ഔട്ട് ചെയ്യുന്ന സ്മോൾ ട്യൂബ്സിനെയാണ് ബ്രോങ്കിയോൾസ് എന്ന് പറയുന്നത്. ദ ലീഡ് ടു ആൽവിയോളി വെയർ ഗ്യാസ് എക്സ്ചേഞ്ച് ഒക്കേഴ്സ്. അവ എങ്ങോട്ടേക്കാണ് ലീഡ് ചെയ്യുന്നത്, ആൽവിയോളയിലേക്കാണ് പോകുന്നത്. ആൻഡ് അവിടെയാണ് എന്ത്, ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ദ ബ്രോങ്കിയോൾസ് ആർ ലൈൻഡ് വിത്ത് സ്മൂത്ത് മസിൽ ആൻഡ് ഡു നോട്ട് കണ്ടെയ്ൻ കാർട്ടിലേജിയസ് റിങ്സ്. അപ്പം ബ്രോങ്കിയോൾസ് എന്ന് പറയുന്നത് എന്താണ്, സ്മൂത്ത് മസിൽസ് ആണ് അവിടെ ലൈൻ ചെയ്തിരിക്കുന്നത്. അവർക്ക് എന്തില്ല, കാർട്ടിലേജിയസ് റിങ്സ് കാണപ്പെടുന്നില്ല ബ്രോങ്കിയോൾസിന്. Alveoli. The alveoli are tiny air sacs located at the end of the bronchioles. They are the site of gas exchange. അപ്പം നമ്മുടെ ആൽവിയോളി എന്ന് പറയുന്ന ബ്രോങ്കിയോൾസിൻ്റെ ഏറ്റവും അടിയിൽ കാണപ്പെടുന്നതാണ് ആൽവിയോളി. ഇവിടെ എന്താണ്, ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്ന പ്ലേസാണ് ആൽവിയോളി എന്ന് പറയുന്നത്. ദെൻ they are the site of the gas exchange where oxygen diffuses into the bloodstream and carbon dioxide diffuses out. അപ്പം നമ്മുടെ ഓക്സിജൻ എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലഡ് സ്ട്രീമിലേക്ക് നമ്മൾ ശ്വസിച്ച് എടുക്കുന്ന ഓക്സിജൻ ബ്ലഡ് സ്ട്രീമിലേക്ക് പോവുകയും അതുപോലെ തന്നെ നമ്മുടെ ടിഷ്യൂസിൽ നിന്ന് ഉള്ള ടിഷ്യൂൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ട് കിട്ടുന്ന കാർബൺ ഡയോക്സൈഡ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബോഡിയിൽ നിന്ന് തിരിച്ച് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നതാണ് നമ്മൾ ഗ്യാസ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്ന എവിടെയാണ്, ആൽവിയോളയിലാണ്. ദ ആൽവിയോളി ആർ ലൈൻഡ് വിത്ത് എ തിൻ ലെയർ ഓഫ് എപ്പിത്തീലിയൽ സെൽസ് ആൻഡ് ആർ സറൗണ്ടഡ് ബൈ എ നെറ്റ്വർക്ക് ഓഫ് കാപ്പിലറീസ്. അപ്പം ആൽവിയോളി എന്ന് പറയുന്നത് എന്താണ്, എപ്പിത്തീലിയൽ സെൽസ് കൊണ്ടാണ് ലൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ആൽവിയോളി സറൗണ്ട് ചെയ്തിരിക്കുന്നത് കാപ്പിലറീസ്, നെറ്റ്വർക്ക് ഓഫ് കാപ്പിലറീസിലാണ് ഈ ആൽവിയോളി സറൗണ്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെ ഉള്ളിലാണ് ആൽവിയോളി കാണപ്പെടുന്നത്, കാപ്പിലറീസിൻ്റെ ഉള്ളിലാണ് ആൽവിയോളി ഉള്ളത്. Then lungs. The lungs are 2 cone-shaped organs located in the thoracic cavity. They are responsible for exchange of oxygen and carbon dioxide through the process of respiration. അപ്പം ഓക്സിജൻ്റെയും കാർബൺ ഡയോക്സൈഡിൻ്റെയും എക്സ്ചേഞ്ചിന് റെസ്പോൺസിബിൾ ആയിട്ട് റെസ്പിറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിന് കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റിയും ആർക്കാണ്, ലങ്സിനാണ്. ദ ലങ്സ് ആർ സറൗണ്ടഡ് ബൈ എ തിൻ ലെയർ ഓഫ് ടിഷ്യൂ കോൾഡ് പ്ലൂറ. അപ്പം ലങ്സ് കവർ ചെയ്തിരിക്കുന്നത് ഒരു തിൻ ലെയറുള്ള ഒരു ടിഷ്യൂ കൊണ്ടാണ്. ആ ടിഷ്യൂവിൻ്റെ പേരാണെന്ത്, പ്ലൂറ.
Diaphragm. The diaphragm is a dome-shaped muscle that separates the chest cavity from the abdominal cavity. It contracts and relaxes to facilitate breathing, increasing and decreasing the volume of the chest cavity. അപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ഡയഫ്രം കൺട്രാക്ട് ചെയ്യും റിലാക്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ ബ്രീത്തിൻ്റെ സമയത്ത് കൺട്രാക്ട് ചെയ്യും റിലാക്സ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവരുടെ കൺട്രാക്ഷനും റിലാക്സേഷനും നടക്കുന്ന സമയത്ത് എന്തും കൂടി നടക്കുന്നുണ്ട്, നമ്മുടെ ചെസ്റ്റ് കാവിറ്റിയുടെ വോല്യൂം ഇൻക്രീസ് ചെയ്യും ഡിക്രീസ് ചെയ്യും കൂടി ചെയ്യുന്നുണ്ട്. ദ ഡയഫ്രം ഈസ് എ പ്രൈമറി മസിൽ റെസ്പോൺസിബിൾ ഫോർ ഇൻഹലേഷൻ നടക്കുന്നതിന് കാരണമായ മെയിൻ ആയിട്ടുള്ള മസിലാണ് ഡയഫ്രം എന്ന് പറയുന്നത്. ദെൻ പ്ലൂറ. ദ പ്ലൂറ ഈസ് എ തിൻ ലെയർ ഓഫ് ടിഷ്യൂ ദാറ്റ് സറൗണ്ട് ഈച്ച് ലങ്. It consists of two layers, visceral pleura and which adheres the lungs and parietal pleura which lines the chest wall. അപ്പം parietal pleura എന്ന് പറയുന്നത് ചെസ്റ്റ് വാൾ ലൈൻ ചെയ്യും, visceral pleura എന്ന് പറയുന്നത് നമ്മുടെ ലങ്സിനെ കവർ ചെയ്യുകയും ചെയ്യുന്നതാണ് വിസറൽ പ്ലൂറ. ദ പ്ലൂറ പ്രൊഡ്യൂസസ് എ ഫ്ലൂയിഡ് ദാറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ലങ്സ് ആൻഡ് ചെസ്റ്റ് വാൾ ഡ്യൂറിങ് ബ്രീത്തിങ്. അപ്പം പ്ലൂറ ഒരു ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലങ്സിൻ്റെയും അതുപോലെ തന്നെ ചെസ്റ്റ് വാളിലും ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് അവർ തമ്മിലുള്ള ആ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതുമാത്രമല്ല ലങ്സ് കൊളാപ്സ് ചെയ്യുന്നത് ഇല്ലാതാക്കാനും കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ഫ്ലൂയിഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയാണ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറെക്കുറിച്ച് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ ടോപ്പിക്കിലേക്ക് പോവാണ്, അനാറ്റമി ഓഫ് ലങ്സ്. ദ ലങ്സ് ആർ ടു കോൺ ഷേപ്ഡ് ഓർഗൻസ് ലൊക്കേറ്റഡ് ഇൻ ദ thoracic cavity. They are separated by mediastinum, a region that contains the heart, tracheae, esophagus and other structures. അപ്പം രണ്ട് ലങ്സും ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു സ്പേസിനെ പറയുന്ന പേരാണ് mediastinum. ആൻഡ് ഈ mediastinumത്തിൽ എന്തൊക്കെയുണ്ട്, ഹാർട്ട്, ട്രക്കിയെ, പിന്നെ അതുപോലെ ഈസോഫാഗസ് ആൻഡ് കുറച്ച് സ്ട്രക്ചേഴ്സും കൂടി അവിടെ കാണപ്പെടുന്നുണ്ട്. ദ ലങ്സ് ആർ സറൗണ്ടഡ് ബൈ എ തിൻ ലെയർ ഓഫ് ടിഷ്യൂ കോൾഡ് പ്ലൂറ. ഈച്ച് ലങ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ലോബ്സ്, വിത്ത് ദ റൈറ്റ് ലങ് ഹാവിംഗ് 3 ലോബ്സ് ആൻഡ് ദ ലെഫ്റ്റ് ലങ് ഹാവിംഗ് 2 ലോബ്സ്. റൈറ്റ് ലങ്ങിന് 3 ലോബ്സും ലെഫ്റ്റ് ലങ്ങിന് 2 ലോബ്സുമാണ് ഉള്ളത്. ദ ലോബ്സ് ആർ ഫർദർ ഡിവൈഡഡ് ഇൻ ടു സെഗ്മെൻറ്റ്സ് വിച്ച് ആർ സെപ്പറേറ്റഡ് ബൈ ഫിഷേഴ്സ്. The segments are made up of bronchopulmonary segment which contains a bronchus, artery and a vein. അപ്പം ഈ ലോബ്സ് പിന്നീട് എന്താകുന്നുണ്ട്, സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫിഷർ ഉണ്ട്, റൈറ്റ് ലിങ്ങിനും ലെഫ്റ്റ് ലിങ്ങിനും ഫിഷേഴ്സ് ഉണ്ട്. ഈ ഫിഷേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, സെഗ്മെൻറ്റ്സ് ആയിട്ട് നമ്മുടെ ലോബ്സിനെ ഡിവൈഡ് ചെയ്യുന്നത്. ദ സെഗ്മെൻറ്റ്സ് ആർ മേഡ് അപ്പ് ഓഫ് ബ്രോഞ്ചോപൾമണറി സെഗ്മെൻറ്റ്സ്. അപ്പം സെഗ്മെൻറ്റ്സ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ബ്രോഞ്ചോപൾമണറി സെഗ്മെൻറ്റ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ ഈ ബ്രോഞ്ചോപൾമണറി സെഗ്മെൻറ്റ്സ് വിച്ച് കണ്ടെയ്ൻസ് എ ബ്രോങ്കസ്, ആർട്ടറി ആൻഡ് വെയിൻ. The trachea divides into 2 primary bronchi, one for each lung. The primary bronchi divides into secondary bronchi which supply air to the lobes of the lungs. The secondary bronchi divides into tertiary bronchi which supplies air to the segments of the lungs. The tertiary bronchi divide into bronchioles which lead to alveoli. Then pleura. The pleura is a thin layer of tissue that surrounds each lung. It consists of 2 layers, visceral pleura and parietal pleura. The pleura produces a fluid which helps reduce friction between the lungs and the chest wall during breathing. നമ്മൾ മുൻപ് പറഞ്ഞിരുന്ന പ്ലൂറ സെയിം പോയിൻറ്റ്സ് തന്നെയാണ്. ദെൻ ദ പ്ലൂറൽ സ്പേസ് ഇസ് എ തിൻ ഗ്യാപ്പ് ബിറ്റ്വീൻ വിസറൽ ആൻഡ് പാരറ്റൽ പ്ലൂറ. ഇറ്റ് കണ്ടെയ്ൻസ് സ്മോൾ എമൗണ്ട് ഓഫ് പ്ലൂറൽ ഫ്ലൂയിഡ് വിച്ച് ഹെൽപ്സ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ലങ്സ് ആൻഡ് ചെസ്റ്റ് വാൾ. അപ്പം പ്ലൂറൽ സ്പേസ് എന്ന് വെച്ചാൽ ഒരു തിൻ ഗ്യാപ്പാണ്. നമ്മുടെ വിസറൽ പ്ലൂറയും പാരറ്റൽ പ്ലൂറയുടെയും ഇടയ്ക്കുള്ളൊരു തിൻ ഗ്യാപ്പാണ് പ്ലൂറൽ സ്പേസ് എന്ന് പറയുന്നത്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലൂറൽ ഫ്ലൂയിഡ് ഉണ്ട്. ആ പ്ലൂറൽ ഫ്ലൂയിഡാണ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത്, നമ്മുടെ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. Then chest wall. The chest wall is the external wall of the thoracic cavity. It consists of ribs, sternum and thoracic vertebra. Ribs 12 pairs ആണ് ഉള്ളത്. sternum എന്ന് പറയുന്നത് എന്താണ്, ഒരു ലോങ് ആയിട്ടുള്ള ഫ്ലാറ്റ് ബോണാണ്. നമ്മുടെ റിബ്സിനെ കണക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു ഫ്ലാറ്റ് ബോണാണ് സ്റ്റേൺ എന്ന് പറയുന്നത്. ദെൻ തൊറാക്സിക് വെർട്ടിബ്ര, 12 തൊറാക്സിക് വെർട്ടിബ്രാണ് ഉള്ളത്. നമ്മുടെ സ്പൈൻ ഉണ്ടാക്കുന്നതാണ് ഈ തൊറാക്സിക് വെർട്ടിബ്ര എന്ന് പറയുന്നത്. 12 വെർട്ടിബ്ര ദാറ്റ് മേക്ക് അപ്പ് ദ സ്പൈൻ. ഓക്കെ. Diaphragm. The diaphragm is a dome-shaped muscle that separates the chest cavity from the abdominal cavity. It contracts and relaxes to facilitate breathing. The next, ലങ്സിൻ്റെ സർഫസസും ബോർഡേഴ്സും ആണ് ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, എന്തൊക്കെ സർഫസസ് ആണുള്ളത്, എത്ര ബോർഡേഴ്സ് ആണുള്ളതെന്ന് ഓർത്ത് വെക്കുക. ദ ലങ്സ് ഹാവ് സെവറൽ സർഫസസ്. ഏതൊക്കെയാണ്, കോസ്റ്റൽ സർഫസ്, മീഡിയസ്റ്റിനൽ സർഫസ്, ഡയഫ്രമാറ്റിക് സർഫസ്. ഈ അപ്പിക്കൽ സർഫസ് എന്ന് പറയുന്നത് ടോപ്പ് ഓഫ് ദ ലങ്സിൻ്റെ ഒരു ടോപ്പ് സർഫസാണ് അപ്പിക്കൽ സർഫസ്. പക്ഷെ നമ്മൾ പറയുമ്പം ലങ്സിന് 3 സർഫസേ പറയാറുള്ളൂ, അപ്പിക്കൽ സർഫസ് നമ്മൾ പറയാറില്ല.
സോ അന്ന് ഓർത്ത് വെക്കാം, ടോപ്പായിട്ട് കാണുന്ന എന്താണ് അപ്പിക്കൽ സർഫസ് ആണ്, ഓർത്ത് വെക്കുകയും കൂടി ചെയ്യണം. മെയിൻലി നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എത്ര സർഫസ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കോസ്റ്റലും മീഡിയസ്റ്റൈനിലും ഡയഫ്രമാറ്റിക് സർഫസ് 3 സർഫസ് മാത്രമേ പറയാറുള്ളൂ. ഓക്കെ, അപ്പോൾ കോസ്റ്റൽ സർഫസ് എന്ന് പറയുന്നത് എന്താണ്? അഡ്ജസെൻറ്റ് ടു റിബ്സിൻ്റെ അടുത്തായിട്ട് കാണപ്പെടുന്നതാണ് നമ്മുടെ കോസ്റ്റൽ സർഫസ് എന്ന് പറയുന്നത്. മീഡിയസ്റ്റൈനൽ സർഫസ് എന്ന് പറയുന്നതാണ് മീഡിയസ്റ്റൈൻ അഡ്ജസെൻ്റ് ആയിട്ട് കാണപ്പെടുന്നത്. ഡയഫ്രമാറ്റിക് സർഫസ് എന്ന് പറയുന്നത് അഡ്ജസെൻറ്റ് ടു ദ ഡയഫ്രം. അപ്പിക്കൽ സർഫസ് ടോപ്പ്, നമ്മുടെ ലങ്സിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്, ടോപ്പ് സർഫസാണ് നമ്മൾ അപ്പിക്കൽ സർഫസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലങ്സിൻ്റെ ബോർഡേഴ്സ്. ലങ്സിന് ആൻറ്റീരിയർ, പോസ്റ്റീരിയറും ഇൻഫീരിയർ ബോർഡേഴ്സാണ് ഉള്ളത്. ഓക്കെ, 3 ബോർഡേഴ്സാണ് ഉള്ളത്. അവിടെ സുപ്പീരിയർ ബോർഡർ എന്ന് പറയുന്നത് എന്താണ്? അപ്പർ എഡ്ജാണ്. ഓക്കെ, ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മാത്രം മതി. സുപ്പീരിയർ എന്ന് പറയുന്നത് മേളിലുള്ളതാണ്. നമ്മൾ പറയുമ്പോൾ എത്ര ബോർഡേഴ്സ് പറയുന്നത്? 3 ബോർഡേഴ്സാണ് പറയുന്നത്. ഏതൊക്കെ? ആൻറ്റീരിയർ, പോസ്റ്റീരിയറും ഇൻഫീരിയറും. The lungs have several borders. Anterior border, the front edge of the lungs. ഫ്രണ്ടിൽ ഉള്ളതാണ് ആൻറ്റീരിയർ. പോസ്റ്റീരിയർ എന്ന് പറയുന്നതാണ് പോസ്റ്റ്, ബാക്കിലുള്ളതാണ്. ഇൻഫീരിയർ എന്ന് പറയുന്നത് എന്താണ്? ലോവർ എഡ്ജാണ്. ആൻഡ് സുപ്പീരിയർ ബോർഡർ എന്ന് പറയുന്നത് മുകളിലുള്ള എഡ്ജിനെയാണ് പറയുന്നത്. ഓക്കെ, സോ ലങ്സിൻ്റെ സർഫസിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കോസ്റ്റൽ സർഫസ്, മീഡിയൽ സർഫസും മീഡിയൽ സർഫസ് ആൻഡ് ഡയഫ്രമാറ്റിക് സർഫസും കൊടുത്തിട്ടുണ്ട്. കോസ്റ്റൽ സർഫസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ റിബ്സുമായിട്ട് അഡ്ജസൻ്റ് ആയിട്ട് കാണുന്നതാണ്. മീഡിയൽ സർഫസും മീഡിയസ്റ്റൈനത്തിൻ്റെ അഡ്ജസൻ്റ് ആയിട്ട്. ആൻഡ് ഡയഫ്രമാറ്റിക് സർഫസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയഫ്രത്തിൻ്റെ അടുത്ത് കാണുന്നതാണ് നമ്മുടെ ഡയഫ്രമാറ്റിക് സർഫസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് പിക്ചർ എന്ന് പറയുന്നത് നമ്മുടെ ബോർഡേഴ്സും സർഫസും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സർഫസ് നമ്മൾ ഓൾറെഡി അവിടെ പറഞ്ഞു ഏതൊക്കെ സർഫസാണ് ഉള്ളതെന്ന്. നെക്സ്റ്റ് നമുക്ക് ബോർഡേഴ്സ് നോക്കാം. സോ അതിൽ ആൻറ്റീരിയർ ബോർഡർ ഉണ്ട്, കാണാൻ നോക്കുക അതൊക്കെ. ദെൻ ആൻറ്റീരിയർ ബോർഡർ, പോസ്റ്റീരിയർ ബോർഡറും അതുപോലെ തന്നെ എന്താ ഇൻഫീരിയർ ബോർഡർ, 3 ബോർഡേഴ്സും ഉണ്ട്. ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കുക ഏതൊക്കെ ഭാഗത്താണ് ഉള്ളതെന്ന്. തിയറി പഠിച്ചതിന് ശേഷം ഈ ഒരു പിക്ചറും കൂടി വെച്ച് നോക്കിയിട്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് അനാട്ടമി ഓഫ് ലങ്സിൽ പഠിക്കാനുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. ആൻഡ് കുറച്ച് എക്സ്ട്രാ നോട്ട്സും കൂടി തരുന്നുണ്ട്. സമയമുള്ളവർ മാത്രം അത് നോക്കുക. ആദ്യം ഈ ഇപ്പം കൊടുത്തിരിക്കുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും പഠിച്ച് തീർന്നതിന് ശേഷം മാത്രം എക്സ്ട്രാ എന്തെങ്കിലും റെഫർ ചെയ്യണമെങ്കിൽ മാത്രം പിന്നീട് കൊടുത്തിട്ടുള്ള കാര്യങ്ങളും നോക്കുക. മെയിനായിട്ട് ഈ കാര്യങ്ങൾ, ഈ തന്നിരിക്കുന്ന വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. താങ്ക് യു.